ഞാൻ ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തതിലേക്ക് വന്ന ഒരാളല്ല. ഈ വഴിയിലൂടെ എന്നെ കൊണ്ടുപോകുന്നതും ഭഗവാനാണെന്നാണ് എൻ്റെ സങ്കല്പം. അതുകൊണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് അനുസരിച്ച് നടക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രീ പ്ലാനിങ്ങുകളൊന്നും തന്നെ ഇല്ല. നമ്മുടെ ധർമ്മം പഠിപ്പിക്കുന്നത് എല്ലാവരിലും ഈശ്വരനെ കാണാനാണ്, അല്ലേ? എല്ലാത്തിലും ഭഗവാനാണ്, ഭഗവാന്റെ ചൈതന്യമാണുള്ളത് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ജൻസി ഇനിയുള്ള അങ്ങോട്ട് നമ്മുടെ സ്പിരിച്വൽ മേഖലയിൽ, ആത്മീയ മേഖലയിൽ എത്രത്തോളമായി ഇത് അറിയാൻ വേണ്ടിയുള്ള ചോദ്യം. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചത്, ആ കുട്ടി ഈ പറയുന്ന കാറ്റഗറി പെടുന്ന ആളാണ്, നമ്മളിപ്പോൾ ഈ ജൻസി എന്ന് വിളിക്കപ്പെടുന്നത്. ആ കുട്ടി പറയുന്നത്, ഏട്ടാ ഈ സ്വാമി ത്രികാലജ്ഞാനിയാണ്. ഞാൻ പറഞ്ഞ മോളെ, അതെ, സ്വാമി ത്രികാലജ്ഞാനിയാണ്. ഭഗവാനെ നമ്മൾ വിളിക്കുന്ന താരക പരബ്രഹ്മം എന്നാണ് സ്വാമി. അപ്പം അദ്ദേഹത്തിന് അറിയാത്തായിട്ടൊന്നുമില്ല. അദ്ദേഹം എന്ന് പറയുന്നത് ഭൂതം ഭാവി വർത്തമാനങ്ങളെക്കുറിച്ച് ധാരണ ഉള്ള ആളാണ്. അപ്പോൾ ആ കുട്ടി എടുത്ത വഴിക്ക് എന്നോട് ചോദിച്ചു, ഏട്ടാ അങ്ങനെയാണെങ്കിൽ സ്വാമിക്ക് അറിയില്ലേ സ്വാമി ഒരിക്കലും വിവാഹം കഴിക്കില്ല? ഞാൻ പറയും, അറിഞ്ഞു മോളെ, അറിയാം. പിന്നെ എന്തിനാണ് ഏട്ടാ ഈ നാളികപ്പുറത്തമ്മയ്ക്ക് സ്വാമി വാക്ക് കൊടുത്തത്? ആ അമ്മ എന്നോട് പറഞ്ഞത്, വ്യാസൻ ഭർത്താവിൻ്റെ അമ്മ ആ കുട്ടിയുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തേക്ക് ശക്തമായി അടിച്ചു. അടിച്ച അടിയിൽ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആധ്യാത്മിക രാമായണം പുസ്തകം തെറിച്ചുപോയി. അത്ര ആ അടി അടിക്കുന്നു. അപ്പോൾ എന്തിനാണ് അടിച്ചത് എന്ന ചോദ്യം. അടിച്ചപ്പോൾ ആ മുത്തശ്ശി പറഞ്ഞത്, നീ ഹനുമാൻ സ്വാമിയുടെ സന്ധ്യാവന്ദനം മുടക്കൂല ദുഷ്ട എന്നിട്ടാണ് അടിച്ചത്. ടെമ്പിൾ ഡേറ്റ് എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടാവില്ലേ? ഈ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന്, അല്ലെങ്കിൽ കാമുകന്മാര് ചേർന്ന് അവിടെ പോകുന്നു, ക്ഷേത്രത്തിൽ പോകും. അങ്ങനെയാണ് ക്ഷേത്രത്തിൽ പോകേണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ കാമുകൻ പോകണമെന്നല്ല പറഞ്ഞത്, സകുടുംബമാണ് ക്ഷേത്ര ദർശനം വേണ്ടത്. വെച്ചാൽ മഹാദേവനിൽ നിന്ന് കിട്ടാനാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, മഹാദേവനെ കിട്ടാനാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ജന്മം. അത്രേ ഉള്ളൂ. ഈ മൂന്നും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമസ്കാരം. ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെ യുവമനസ്സുകളെ ആകെ കീഴടക്കി ഭക്തിയുടെ പാതയിലേക്ക്, ഭക്തി എന്താണെന്ന് പുതിയ ജൻസി തലമുറയെ പഠിപ്പിക്കുന്ന, അവരിലൊക്കെ താരമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ പറയുന്ന, ഭഗവാൻ ശിവൻ്റെ കഥ പറയുന്ന പ്രഭാഷകൻ ശ്രീ വ്യാസനാണ് ഇന്നെൻ്റെ കൂടെ ഉള്ളത്. സ്വാഗതം. നമസ്തേ. വ്യാസൻജിയായിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് വൈകാരികമായിട്ടുള്ള ഒരു തലവും കൂടി ഉണ്ടെന്ന്. കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പോഡ്കാസ്റ്റ് ഇരിക്കുന്നതെങ്കിൽ വ്യാസൻജി പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ തുടങ്ങിയത് മുതൽ ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് വിളിക്കുന്നത് ഞാനാണ്. പക്ഷെ ഇപ്പോഴാണ് നമുക്കിരിക്കാൻ ഒരു യോഗം ഉണ്ടായത്. തീർച്ചയായിട്ടും അന്ന് വ്യാസൻജി ആ ഒരു ഇന്റർവ്യൂ തുടങ്ങിയതിൽ നിന്ന് ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ ആകമാനം ഫാൻസ് ഉള്ള, ഭഗവാന്റെ കഥകൾ പറയുന്ന ഒരു വലിയ ഒരു സ്പിരിച്വൽ പ്രഭാഷകൻ എന്നുള്ള നിലയിൽ എത്തി നിൽക്കുകയാണ്. അപ്പം ഇത്രയും കാലത്തെ ഒരു യാത്രക്കിടയിൽ എന്താണ് അങ്ങേക്ക് തോന്നിയത്? എന്താണ് ആ ആളുകളുടെ ഒരു എന്താണ് ഈ പെരുമാറ്റത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത്? അത് വെച്ച് നമുക്ക് തുടങ്ങാം. ഇത്രയും കാലം എന്ന് പറയാനുള്ള കാലഘട്ടമൊന്നും ആയിട്ടില്ല എന്നാണ്. ഏതാണ്ട് പ്രഭാഷണങ്ങളൊക്കെ തുടങ്ങിയിട്ട് 2 വർഷം 1.5 വർഷമൊക്കെ ആവുന്നേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് കിട്ടുന്ന സ്നേഹം, അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഓരോ പ്രഭാഷണ വേദിയിൽ പോകുമ്പോഴും അനുഭവിക്കുന്നത്. അവിടെ വരുന്ന പ്രത്യേകിച്ച് അമ്മമാരുടെ, സഹോദരിമാരുടെയൊക്കെ സ്നേഹം, അതൊക്കെ അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പിന്നെ ഓരോ സ്ഥലത്തും പോകുന്ന സമയത്തും ഈ ഫാൻസ് എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. അവരൊക്കെ ഒരാളുടെ മാത്രം ഫാൻസ് ആണെന്നാണ് ഞാൻ പറയാറുള്ളത്. അവരൊക്കെ ഗുരുവായൂരപ്പന്റെ ഫാൻസ് ആണ്, അല്ലെങ്കിൽ മഹാദേവന്റെ ഫാൻസ് ആണ്, അല്ലെങ്കിൽ മഹാദേവനെ സ്നേഹിക്കുന്നവരാണ്, ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് ഗുരുവായൂരപ്പനോടും മഹാദേവനോടൊക്കെ ഉള്ള സ്നേഹത്തിന്റെ ഒരു അംശം അവർ നമ്മളോട് കാണിക്കുന്നു. അത് കിട്ടണമെങ്കിൽ അടക്കം ഇപ്പൊ നമ്മൾ ഈ ഭാഗവതത്തിലൊക്കെ പറയുന്ന പോലെ ജന്മാന്തരി ഭവേത് പുണ്യം ശ്രീമദ് ഭാഗവതം ലഭ്യത്, അല്ലെങ്കിൽ ഭാഗവതം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും കാലത്തെ പുണ്യം വേണമെന്ന് പറയുക, ഭാഗവതം കേൾക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഭാഗവതം കേൾക്കാൻ അത്രയും കാലത്തെ പുണ്യം വേണം പോലെ ഈ അമ്മമാരുടെയൊക്കെ ആ സ്നേഹം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ എത്രയോ കാലത്തെ പുണ്യം ഉണ്ടാവണം എന്നാണ്. അത് ഗുരുകാരണവന്മാരുടെയൊക്കെ കൃപ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഇപ്പൊ കിട്ടണം എന്നുള്ളതാണ്. അതൊക്കെ ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തതിലേക്ക് വന്ന ഒരാളല്ല. ഈ വഴിയിലൂടെ എന്നെ കൊണ്ടുപോകുന്നതും ഭഗവാനാണെന്നാണ് എൻ്റെ സങ്കല്പം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് അനുസരിച്ച് നടക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രീ പ്ലാനിങ്ങുകളൊന്നും തന്നെ ഇല്ല. ആ സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലില്ല. ആ സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പ്രഭാഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് വേദികളിൽ പോകാറുണ്ട്, ഒരുപാട് നാടുകളിൽ പോകാറുണ്ട്. അവിടുത്തെ ഗ്രാമീണാന്തരീക്ഷത്തിൽ ദേവാലയങ്ങളിൽ പോകുമ്പോൾ പലപ്പോഴും അവിടെയുള്ള ആളുകളൊക്കെ വളരെ വൈകാരികമായിട്ട് വ്യാസനെ എടുക്കുന്നത് ഞാൻ കാണാറുണ്ട്.
ഗുരുവായൂരപ്പനെ കണ്ടു, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു എന്താണ് ആ ഒരു അദ്ദേഹത്തെ നേരിട്ട് കണ്ട പ്രതീതിയാണ് ഞങ്ങൾക്കുള്ളത് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അങ്ങനെ പറയുന്ന അമ്മമാരോടൊക്കെ ഞാൻ പറയാറുള്ളത്, എനിക്ക് അമ്മയെ കണ്ട സമയത്ത് പരാശക്തിയെ കണ്ട പോലെ തോന്നി. ആ മറുപടിയിൽ അത് കാരണം നമ്മുടെ ധർമ്മം പഠിപ്പിക്കുന്നത് എല്ലാവരിലും ഈശ്വരനെ കാണാനാണ്, അല്ലെ? എല്ലാത്തിലും ഭഗവാനാണ്, ഭഗവാന്റെ ചൈതന്യമാണുള്ളത് എന്നാണ്. ഇപ്പൊ ഒരാള് എന്നോട് വ്യാസനെ കാണുമ്പോൾ ഗുരുവായൂരപ്പനെ പോലെ കണ്ട പോലെ തോന്നി എന്ന് പറയണുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പനെ പോലെ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം അംഗീകരിച്ചുകൊണ്ട് അത് പറയാതെ എനിക്ക് അമ്മയെ കാണുമ്പോൾ എനിക്ക് പരാശക്തിയെ പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഇന്റർചേഞ്ച് നടക്കുന്നുണ്ട്. ഞാൻ അമ്മയിൽ കാണുന്നതും അമ്മ എന്നിൽ കാണുന്നതും ഒരാൾ തന്നെയാണ് എന്നുള്ള ആ ഒരു ഭാവന. ഇപ്പൊ ഈ ഭഗവാൻ സ്വാമിയുടെ കാര്യം പറയുമ്പോൾ ഈ പേട്ടയെ വ്യാഖ്യാനിക്കാറുണ്ടല്ലോ, ഈ പേട്ടയുടെ വായ്ത്താരിയായിട്ടുള്ള ഈ സ്വാമി തിന്തകത്വം അയ്യപ്പ തിന്തകത്വം എന്നാണ് അതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഇന്ന് പറഞ്ഞു വരുന്നൊരു മോഡേൺ വ്യാഖ്യാനമാണ് ഈ സ്വാമി തിന്തകത്വം എന്ന് പറയുന്നതിലൂടെ സ്വാമി നിന്റെ അകത്ത് ഓംകാര സ്വരൂപനായിരിക്കുന്നു എന്നാണ് ഒരു സ്വാമി ഇങ്ങോട്ട് പറയുന്നത്. അപ്പൊ അപ്പുറത്തുള്ള സ്വാമി പറയുന്നത് അയ്യപ്പ തിന്തകത്വം എന്നാണ്. അതായത് അയ്യപ്പൻ നിന്റെ അകത്ത് ഓംകാര സ്വരൂപനായിട്ടിരിക്കുന്നു. അപ്പൊ നിന്റെ ഉള്ളിലുള്ള സ്വാമിയും എന്റെ ഉള്ളിലുള്ള അയ്യപ്പനും ഒന്ന് തന്നെയാണ് എന്നാണ്. അപ്പൊ അവരെന്നോട് തങ്ങളെ കാണുമ്പോൾ ഗുരുവായൂരപ്പനെ കണ്ടൊരു പ്രതീതി കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമസ്കരിക്കുക, അതിനുശേഷം പറയുക നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പരാശക്തിയെ കണ്ട പോലെ തോന്നുന്നു, അല്ലെങ്കിൽ മഹാദേവനെ കണ്ട പോലെ തോന്നുന്നു പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന ഒരേ വസ്തുവിനെ കുറിച്ച് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരിലും ഈശ്വരനെ കാണാനാണ് നമ്മുടെ ധർമ്മം പഠിപ്പിക്കുന്നത്. ചിലർ അതിനെ തിരിച്ചറിയുന്നു, ചിലർ അതിനെ തിരിച്ചറിയാതെ പോകുന്നു. ആ തിരിച്ചറിയുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ജന്മത്തിന്റെ ആത്യന്തികമായിട്ടുള്ള സാഫല്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേക്കുള്ള യാത്രയാണ്. ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്, എല്ലാവരിലും ഈശ്വരൻ ഉണ്ട് എന്നൊക്കെ. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ പ്രാക്ടീസിന്റെ ഏറ്റവും ചെറിയ തലമാണ് ഓരോരുത്തരിലും ഈശ്വരനെ കാണുക. നമുക്ക് നമ്മളൊരാളെ കാണുന്ന സമയത്ത് നമശിവായ അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയാനാണ് നമ്മുടെ ധർമ്മം പഠിപ്പിക്കുന്നത്. നിന്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനെ വേറൊരു വേർഷൻ ആയിട്ടാണ് താങ്കളെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ അതേപോലെ അവരെ തിരിച്ച് അതൊരു സെല്യൂട്ടേഷൻ ആയിട്ട് എടുക്കുക, തിരിച്ച് അതേപോലെ പറയുക, അതും ചെയ്യുന്നു. അത് പിന്നെ ഒരു വൈകാരികമായിട്ടുള്ള തലത്തിലേക്കൊന്നും പോകുന്നില്ല. ഭഗവാനെ പോലെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ആർക്കും ഭഗവാന്റെ റീപ്ലേസ്മെന്റ്സ് ആവാൻ സാധിക്കില്ല. അപ്പൊ പണ്ട് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിന്റെ കഥ പറയുന്ന സമയത്ത് അവിടെ പറയാറുണ്ട്, ഈ ഭഗവാന്റെ ഒരു അത്യുഗ്രമായിട്ടുള്ള താപസരായിട്ടുള്ള രണ്ട് ദമ്പതിമാരുണ്ടായിരുന്നു. അവരുടെ പേര് കേട്ടോ എന്റെ ഓർമ്മയിൽ വരുന്നില്ല, എന്തായാലും ഓർമ്മയിൽ വരുന്ന സമയത്ത് പറയാം. പ്രശ്നിയും സുതപസ്സും, ഈ രണ്ടുപേരാണ്. സുതപസ് എന്ന് പറയുന്ന ഒരാളും പ്രശ്നിയും. അപ്പൊ ഇവർ രണ്ടുപേരും തപസ് ചെയ്യും. അപ്പൊ ഇവര് തപസ് ചെയ്യുന്നത് ഭഗവാനെ പോലെ ഒരു മകനെ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അത്രേ. അപ്പോൾ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് പ്രശ്നി ഭഗവാനെ കണ്ട ആ ഒരു അന്താളിപ്പില് ഭഗവാനെ എനിക്ക് അങ്ങേ പോലൊരു മകനെ വേണം എന്ന് പറഞ്ഞു. സുതപസ്സും ഭഗവാനെ കണ്ട ആ ഒരു ഞെട്ടലില് ഭഗവാനെ അങ്ങേ പോലൊരു മകനെ വേണം എന്ന് പറഞ്ഞു. വീണ്ടും പ്രശ്നി ഒരിക്കൽ കൂടി ഭഗവാനെ എനിക്ക് അങ്ങേ പോലൊരു മകനെ വേണം. 3 വട്ടം അങ്ങേ പോലൊരു മകനെ വേണം എന്ന് ചോദിച്ചു എന്നാണ്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, എന്നെ പോലെ എന്നൊരാളില്ല, എല്ലാ പോലും ഉള്ളത് ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാത്ത വേറൊന്നും ഇല്ല, അതാണ് സത്യം. അർജുനോട് ഭഗവാൻ പറയുന്നുണ്ട്, ഞാനും ഇല്ല നീയും ഇല്ല, ഞാൻ മാത്രമാണ് സത്യം, അത്രേ ഉള്ളൂ. അതുപോലെ ഈ ഭഗവാന്റെ കോപ്പീസ് ഇല്ല. നമ്മൾ ഇന്ന് പലരിലും ഭഗവാന്റെ കോപ്പികളെ കാണാനാണ്. ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എല്ലാവരും ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ് ഒരു തരത്തിൽ. നമ്മുടെ ധർമ്മം കണക്കാക്കുന്നതനുസരിച്ചാണെങ്കിൽ എല്ലാവരിലുള്ള ഒരേ ഈശ്വരാംശമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ വൈകാരികമായിട്ടുള്ള തലത്തിലേക്ക് എടുക്കുമ്പോഴാണ് ഈ ഞാൻ എന്നുള്ളൊരു ബോധം ഉണ്ടാവുക. ഞാൻ ഈശ്വരനാണെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ തീർന്നു. അത് ഒരു നല്ല രീതിയിൽ വരണം. ആത്യന്തികമായിട്ടുള്ള ആ ഒരു ഞാൻ ഈശ്വരനാണെന്നുള്ള ബോധ്യം ഉണ്ടാവേണ്ടത് സാധനയിലൂടെയും ഉപാസനയിലൂടെയും എത്രയോ കാലത്തെ അറിവിലൂടെയൊക്കെ മാത്രമേ അത് സാധിക്കുള്ളൂ. അല്ലാതെ വെറുതെ നമുക്കിങ്ങനെ പറയാം ഞാൻ ഈശ്വരനാണ്, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലല്ലോ. നമ്മളത് മനസ്സിലാക്കുന്ന ഏറ്റവും താഴത്തെ പടിയിലാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വരട്ടെ. തീർച്ചയായിട്ടും. ഇപ്പോൾ അങ്ങയുടെ ഒരുപാട് ഇന്റർവ്യൂകളിൽ നിരവധിയായ ചോദ്യങ്ങൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചോദ്യങ്ങൾ, അത് ആൾക്കാർ കേൾക്കാനും ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ വേറെ ചില ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ ജെൻസി പുതിയ തലമുറയെ നമ്മൾ അങ്ങനെയാണല്ലോ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള പല രാജ്യങ്ങളിലും ഇപ്പം ജെൻസി വിപ്ലവം നടക്കുന്നുണ്ട്. അത് അവിടുത്തെ ഭരണകൂടങ്ങൾക്കെതിരെ, അവിടെയുള്ള പല പ്രശ്നങ്ങൾക്കൊക്കെ എതിരായിട്ട് അവരുടെ ഒരു വലിയ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ജെൻസിയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന നിലയിലേക്കുണ്ട്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ ഭാരതത്തിലേക്ക് വരുന്ന സമയത്ത് ജെൻസി തലമുറ ഒരു പരിധിക്കപ്പുറത്ത് നിന്ന് ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നു. ഇവിടെ ഭജൻസ് വരുന്നു. അതായത് ഇപ്പം പല ഗാനമേളകളിൽ നിന്നും പബ്ബുകളിൽ നിന്നൊക്കെ പോയിരുന്ന ഒരു യുവത ഈ സമാധാനമാണ് കുറച്ചുകൂടെ വേണ്ടത് എന്ന് മനസ്സിലാക്കുകയും ആൺ പെൺ വ്യത്യാസമില്ലാതെ കുറച്ചുകൂടി പറഞ്ഞാൽ ഈ യൂത്തിനപ്പുറത്തേക്ക് മറ്റുള്ള ആൾക്കാരും ഉണ്ട്, പക്ഷെ യൂത്ത് പ്രധാനമായിട്ടും
ഈ ഭജൻ വേദികളിൽ പിന്നെ പോയിരിക്കുന്നു. ഭജൻ ക്ലബ്ബുകൾ വളരെ ആക്റ്റീവ് ആകുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മുടെ ആ സംസ്കാരം, നമ്മുടെ ആ ഒരു ധർമ്മം, ഇതൊക്കെ ആക്റ്റീവ് ആകുകയാണ്. അതിന്റെ മറുഭാഗത്ത് അതിന് വിമർശനങ്ങളുണ്ട്. വിമർശനം എന്ന് പറയുന്നത് ഇത് വർഗീയവാദമാണ് നടക്കുന്നത്, പ്രൊപ്പഗൻഡയാണ്. എന്താണ് പ്രൊപ്പഗൻഡ എന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ ഉത്തരവില്ല. ഒരാളുടെ അവനവന്റെ ധർമ്മത്തെ പറയുന്നത് പ്രൊപ്പഗൻഡയാണോ എന്ന് ചോദിച്ചാൽ യെസ്, അതൊരു പ്രൊപ്പഗൻഡയാണ്, ഞങ്ങൾക്കെതിരായ പ്രൊപ്പഗൻഡയാണെന്ന് മറ്റു പലരും ആളുകളും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ജെൻസി ഇനിയുള്ള അങ്ങോട്ട് നമ്മുടെ സ്പിരിച്വൽ മേഖലയിൽ, ആത്മീയ മേഖലയിൽ എത്രത്തോളമായിരിക്കും ജെൻസുകളുടെ സ്വാധീനം? ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറ എന്ന് പറയുന്നത് അവരെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നവരും സ്വന്തമായിട്ടുള്ള സ്വതന്ത്ര ചിന്താഗതികളുള്ളവരും ആയിട്ടുള്ള ആളുകളാണ്. എന്നുവെച്ചാൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് അവർക്കുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെയൊക്കെ തലമുറയിൽ പെട്ട, അല്ലെങ്കിൽ ഒരു 80s 90s പെട്ട ആളുകൾക്കൊക്കെ പല ധാരണകളും നമ്മൾ എങ്ങനെയാണോ കേട്ട് വളർന്നത് അതനുസരിച്ച് പോരുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മളൊക്കെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ പ്രാർത്ഥനയോട് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ മാളികപ്പുറത്തമ്മയും ഭഗവാനും തമ്മിലുള്ള കണക്ഷൻ അല്ലെ. അപ്പൊ ഈ മാളികപ്പുറത്തമ്മ ആരാണ്? ഭഗവാന്റെ, അയ്യപ്പസ്വാമിയുടെ എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് 99% പേരും കന്നി അയ്യപ്പന്മാര് വരാതിരിക്കുന്ന കാലത്ത് ഭഗവാൻ വിവാഹം കഴിക്കാനിരിക്കുന്ന ഒരു പെൺകുട്ടി എന്നൊരു കോൺസെപ്റ്റിൽ ഇന്നും അതിന് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ഒരു പ്രഭാഷണത്തിൽ ഒരു പെൺകുട്ടിയാണ്, ഈ പറയുന്ന ജെൻസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോളൂ, +2 കാലഘട്ടത്തിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി. അവൾ എന്നോടൊരു സംശയം ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഏതാണ്ടൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരാൾ അറിയാൻ വേണ്ടി ചോദിക്കുകയാണോ, അതോ അറിവളക്കാൻ വേണ്ടി ചോദിക്കുകയാണോ, അതോ ആക്കാൻ വേണ്ടി ചോദിക്കുകയാണോ എന്നൊക്കെ ഉണ്ട്. ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചത്, ആ കുട്ടി ഈ പറയുന്ന കാറ്റഗറി പെടുന്ന ആളാണ്, നമ്മളിപ്പോ ഈ ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന ആ കുട്ടി പറയുന്നത്, ഏട്ടാ ഈ സ്വാമി ത്രികാലജ്ഞാനിയാണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ അതെ, സ്വാമി ത്രികാലജ്ഞാനിയാണ്, ഭഗവാനെ നമ്മൾ വിളിക്കുന്ന താരക പരബ്രഹ്മം എന്നാണ് സ്വാമി. അപ്പൊ അദ്ദേഹത്തിന് അറിയാത്തായിട്ടൊന്നുമില്ല. അദ്ദേഹം എന്ന് പറയുന്നത് ഭൂതം ഭാവി വർത്തമാനങ്ങളെ കുറിച്ച് ധാരണ ഉള്ള ആളാണ്. അപ്പൊ ആ കുട്ടി എടുത്ത വഴിക്ക് എന്നോട് ചോദിച്ചു, ഏട്ടാ അങ്ങനെയാണെങ്കിൽ സ്വാമിക്ക് അറിയില്ലേ സ്വാമി ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന്? ഞാൻ പറയും, അറിഞ്ഞു മോളെ, അറിയാം. പിന്നെ എന്തിനാണ് ഏട്ടാ ഈ മാളികപ്പുറത്തമ്മയ്ക്ക് സ്വാമി വാക്ക് കൊടുത്തത്, ഈ ഒരു കന്യായപ്പന്മാര് വരാത്ത കാലത്ത് കല്യാണം കഴിക്കാൻ വാക്ക് കൊടുക്കുന്നതിന്? വെറുതെ ഒരു ഹോപ്പ് കൊടുക്കണത് ശരിയാണോ ഏട്ടാ? ആ ചോദ്യത്തെ നമുക്ക് 2 തരത്തിൽ നേരിടാം. എങ്ങനെ നേരിടുക? പരമ്പരാഗതമായിട്ട് നമ്മൾ നേരിട്ട് വരുന്ന രീതി എന്ന് പറയുന്നത് ഇമ്മാതിരി കുരുത്തക്കേടൊന്നും ചോദിക്കരുത് എന്നാണ്. അതോടുകൂടി ആ കുട്ടി ആ ധർമ്മത്തിൽ നിന്ന് ദൂരേക്ക് പോവുകയാണ്. കാരണം എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ശേഷി ഈ ധർമ്മത്തിനോ അല്ലെങ്കിൽ ആ ധർമ്മത്തിന്റെ പ്രതിനിധികളായിട്ട് ഞാൻ കാണുന്നവർക്കോ ഇല്ല എന്നുള്ളതാണ് ആ കുട്ടിയുടെ വിലയിരുത്തൽ. ഇന്ന് നമ്മുടെ ഫോണിൽ മാത്രമല്ല, അതിലുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സാധാരണ കുട്ടികൾക്കുള്ളത് നാച്ചുറൽ ഇന്റലിജൻസും ആണെന്ന് ഞാൻ പറയാറുണ്ട്. സാധാരണ വ്യക്തിത്വങ്ങളും അവർക്ക് നല്ല വിശേഷ ബുദ്ധിയുള്ള ആൾക്കാരാണ് കുട്ടികൾ. അപ്പൊ അവരൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യത്തെ അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് ഉത്തരം പറയാനുള്ള ആധ്യാത്മികമായിട്ടുള്ള അറിവ് നമുക്കില്ലാത്തോണ്ടാണ്, ആ അറഗൻസിൽ നിന്നാണ് ഈ ഉത്തരം വരുന്നത്. ഏത് ഈ കുരുത്തക്കെട്ട ചോദ്യം ചോദിക്കരുതെന്ന്. അത് ആത്യന്തികമായിട്ട് കാണിക്കുന്നത് ആ കുട്ടിയുടെ പ്രശ്നമല്ല, ആ അറിവ് നേടാത്ത നമ്മുടെ പ്രശ്നമാണ് അല്ലെ. നമുക്ക് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല ആ സ്വാമിയുടെ ആ കുട്ടി കേട്ട കഥയിൽ നിന്ന് മാറ്റി ആ അമ്മയുടെ സ്ഥാനമുള്ള ദേവതയാണ് ഈ മാളികപ്പുറത്തമ്മ എന്നും, ഭഗവാൻ നമസ്കരിക്കാനുണ്ട് മാളികപ്പുറത്തമ്മയെന്നും, ഏറ്റവും അധികം അയ്യപ്പൻ ആദരവോടുകൂടി കാണുന്ന ഒരാളാണെന്നും ഒക്കെ നമ്മൾ പറയുന്നു. ഇപ്പൊ രണ്ടാമത്തെ വേർഷൻ ഇപ്പൊ മകരവിളക്ക് അടുക്കുന്ന സമയമാണ് ഞാൻ ഈ എക്സാമ്പിൾസ് പറയുന്നത്. ഇപ്പൊ ഈ മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളിപ്പിനെ കുറിച്ച് പറയുമല്ലോ. ശരംകുത്തിയിലേക്ക് മാളികപ്പുറത്തമ്മ വളരെയധികം ഘോഷത്തോടുകൂടി വാദ്യഘോഷങ്ങളോടുകൂടി എഴുന്നള്ളുന്നു. ശരംകുത്തിയിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ തറച്ചു വെച്ചിരിക്കുന്ന ശരക്കോലുകൾ കാണുന്നു. ഈ വർഷവും എൻ്റെ വിവാഹം നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി വളരെയധികം സങ്കടത്തോടുകൂടി തിരിച്ച് മാളികപ്പുറത്തേക്ക് പോകുന്നു. വീണ്ടും 1 വർഷത്തെ കാത്തിരിപ്പ്. വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു കഥയാണ്. സന്നിധാനമായിട്ട് അടുത്ത് പരിചരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, മാളികപ്പുറത്തമ്മയുടെ തടമ്പ എവിടേക്ക് എഴുന്നള്ളിക്കുന്നില്ല. അത് ശരംകുത്തിയിലേക്ക് പോകുന്ന അയ്യപ്പനാണ്. ഉത്സവം കഴിഞ്ഞു ഭൂതഗണങ്ങളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഇങ്ങനെ ചില കഥകളൊക്കെ കേട്ട് വളർന്നൊരു തലമുറയാണ് നമ്മുടെയൊക്കെ തലമുറ, പഴയ തലമുറയിൽ. അതെ അതെ, നമ്മൾ ഇതിനെ ചോദ്യം ചെയ്തില്ല അല്ലെ. നമ്മൾ അയ്യപ്പന്റെ കാമുകിയാണ് മാളികപ്പുറത്തമ്മ. ഓക്കെ, ഇന്നത്തെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരം ഈ ധർമ്മത്തിൽ തന്നെ ഉണ്ട്. അത് കണ്ടെത്താൻ ചിലപ്പോൾ നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിലുള്ള ആൾക്കാർക്ക് അന്നത്തെ കാലത്ത് സാധിച്ചിട്ടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കാലഘട്ടത്തിൽ നിന്ന് മാറി അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ആധ്യാത്മികമായിട്ടുള്ള അറിവ് നേടുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ധർമ്മം എന്നാണ് ഞാൻ പറയാറുള്ളത്. ഇപ്പൊ ഒരു സത്സംഗം നടക്കുന്നുണ്ടെങ്കിൽ, ഒരു സപ്താഹം നടക്കുന്നുണ്ടെങ്കിൽ, സത്രം നടക്കുന്നുണ്ടെങ്കിൽ, ഈവൻ ഭജൻസ് നടക്കുന്നുണ്ടെങ്കിൽ,
അതിലൊക്കെ ആത്യന്തികമായിട്ട് അവിടെ അറിവ് നേടുക എന്ന് പറഞ്ഞൊരു പ്രവർത്തനം നടക്കണം. അല്ലാതെ വെറും ഷോ മാത്രമായിട്ട് കാര്യമില്ല. ഇന്ന് പല സപ്താഹങ്ങൾക്കൊക്കെ പല ആചാര്യന്മാരും പറയാറുണ്ട് വിഷമത്തോടുകൂടി വെറും ഷോ മാത്രമായി പോണു, എന്റർടൈൻമെന്റ് മാത്രമായി പോണു. അതല്ലല്ലോ, ഇപ്പൊ ഭജനിൽ പോലും അറിയാതെ നാമജപത്തിന്റെ പ്രാധാന്യം ആളുകളിലേക്ക് എത്തുന്നു അല്ലെ. അതുപോലെ അതിന്റെ മൂല്യത്തിൽ നിന്ന് ചോർന്നു പോവാതെ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന സദസ്സുകളായിട്ട് അതൊക്കെ മാറണം. അത് മാറുന്നുണ്ട്. അത് നമ്മൾ അവിടെ പോയി അവിടെ അതിനെ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ജൻസികളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ഓരോ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഉത്തരം പറയാൻ സാധിക്കണം. അതിനുള്ള ആധ്യാത്മികമായിട്ടുള്ള അറിവ് നമ്മൾ സ്വയം നേടണം. അതാണ് ധർമ്മം യഥാർത്ഥത്തിൽ. തീർച്ചയായിട്ടും. അതായത് ചോദ്യങ്ങളെ ഭയക്കരുത്, ചോദ്യങ്ങളെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. അതിനുള്ള കൃത്യമായ ഉത്തരം നമ്മുടെ ധർമ്മത്തിലുണ്ട് എന്നും അതാണ് ഏറ്റവും വലിയ കാര്യമെന്നും അത് മനസ്സിലാക്കി അത് പരിഹരിക്കണം എന്നുമാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് ഈ ധർമ്മത്തിൽ ജനിച്ച ഒരു കുട്ടി XY ഒരിക്കലും ഈ ധർമ്മത്തിൽ ജനിച്ചതിന്റെ പേരിൽ ഒരാളുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരില്ല. അത് ഈ ധർമ്മത്തിന്റെ മഹത്വമാണ്. കാരണം അവന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരവും അവൻ ആരാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഉത്തരവും ഈ ധർമ്മത്തിൽ ഓൾറെഡി ഉണ്ട്. അത് മനസ്സിലാക്കാതെ പോകുന്ന, അവനെ വഴി കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു തലമുറയാണ് അവനെ ഈ ധർമ്മത്തിൽ നിന്ന് പലപ്പോഴും അകറ്റുന്നത്. ഈ നേരത്തെ പറഞ്ഞു ഞാൻ എക്സ്പീരിയൻസോടെ പറയാൻ പറഞ്ഞത്, ഈ കർക്കിടക മാസത്തിൽ ഒരു കുട്ടി അവൻ പ്രഭാഷണത്തിൽ ഉണ്ടാവുന്ന ഇതൊക്കെയാണ് പ്രഭാഷണത്തിൽ നിന്ന് കിട്ടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്സ് ഒക്കെയാണ്. അമ്മമാര് വന്ന് സംസാരിക്കുമല്ലോ പ്രഭാഷണം കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ ഒരു കുട്ടി, ആ അമ്മയുടെ കുട്ടിയാ, ഒരു 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി വന്ന് വൈകിട്ട് വീട്ടിലെത്തുന്നു, ചായ കുടിക്കുന്നു, കളിക്കാൻ പോകുന്നു, ദേഹം കഴുകുന്നു, അല്പസമയം പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് അമ്മയുടെ ഫോണിൽ മെസ്സേജ് വരികയാണ്, നാളെ സ്കൂളിൽ രാമായണം ക്വിസ് ഉണ്ട്, അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ സമയത്ത് ഈ ഹാളിൽ എത്തുക. അതാണ് ആ മെസ്സേജ്. അപ്പൊ ഈ കുട്ടി ഇത് കണ്ടപ്പോൾ എന്ത് തോന്നി? ഇവന് ഇതൊന്ന് പങ്കെടുക്കണം എന്നൊരു തോന്നലുണ്ടായി. ഇതിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടും. അതൊക്കെ നല്ല കാര്യമില്ല. അവൻ അങ്ങനെ തോന്നലുണ്ടാവണം, അതാണ് വേണ്ടത്. അപ്പൊ ആ കുട്ടി അവൻ ഈ ഒരു വീട്ടില് അധ്യാത്മരാമായണം പുസ്തകം ഉണ്ട്, കളിപ്പാട്ട്. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉത്തരമൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതി അവൻ അവന്റെ വീട്ടിലുള്ള ഒരു തൂണിൽ ചാറി ഇരുന്നിട്ട് ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മ എന്നോട് പറഞ്ഞത്, വ്യാസൻ ഭർത്താവിന്റെ അമ്മ ആ കുട്ടിയുടെ കഴുത്തിന്റെ ഈ ഭാഗത്തേക്ക് ശക്തമായി അടിച്ചു എന്നാണ്. അടിച്ച അടിയിൽ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആധ്യാത്മിക രാമായണം പുസ്തകം തെറിച്ചുപോയി. അത്ര അടി അടിക്കുന്നു. അപ്പൊ എന്തിനാണ് അടിച്ചത് ആ ചോദ്യം. അടിച്ചപ്പോ ആ മുത്തശ്ശി പറഞ്ഞത്, നീ ഹനുമാൻ സ്വാമിയുടെ സന്ധ്യാവന്ദനം മുടക്കൂല ദുഷ്ട എന്നിട്ടാണ് അടിച്ചത്. അതായത് ഈ സന്ധ്യയ്ക്ക് ശേഷം രാമായണം പുസ്തകം കയ്യിലെടുത്തു. എന്തിന്? ഇത് ക്യുസിന് പഠിക്കാനാണെങ്കിലും ഇവനെടുത്തത് വൈകുന്നേരം വിളക്ക് കൊടുത്തതിന് ശേഷമാണ്. ഈ പറഞ്ഞു വെക്കുന്ന വിശ്വാസം അനുസരിച്ച് ഈ സന്ധ്യാവന്ദനത്തിന് ഹനുമാൻ പോകുന്നതുകൊണ്ട് സന്ധ്യയ്ക്ക് ശേഷം എന്ത് പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. രാമായണ പാരായണം പാടില്ല എന്ന് പണ്ട് ആരൊക്കെയോ ഉണ്ടാക്കിയ, ഇന്നിപ്പോ ചിദാനന്ദപുരി സ്വാമി ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് എന്തുകൊണ്ടാണ് പണ്ട് കാലത്ത് ഈ ലൈറ്റ് സോഴ്സിന്റെ ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ അവര് പറഞ്ഞു തന്നത് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. സന്ധ്യയ്ക്ക് ശേഷം ഇപ്പോഴും രാമായണം വായിക്കാൻ പാടില്ല, നഖം മുറിക്കരുത്, ഈ മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ കലഹം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു തലമുറ ഈ കുട്ടികളെ വഴി കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രയാസമാണ്. അപ്ഡേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിട്ടും അത് ചെയ്യാതെ കിടക്കുകയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ഫോണിൽ ചിലപ്പോൾ ഈ മെസ്സേജ് ഇങ്ങനെ വരുമല്ലോ, അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ലെറ്റർ ആ ലെറ്റർ കൊടുത്ത് വിട്ട ആൾക്കാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്രയോ ഈ സന്യാസ സമൂഹത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ നോക്കും, നിരന്തരം അവരെ തന്നെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിനോട് എങ്ങനെ സംസാരിക്കണം നമ്മുടെ ധർമ്മത്തിലുള്ള എല്ലാ സന്യാസിമാർക്കും ഇന്നും അറിയാം. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളെടുക്കുകയാണെങ്കിലും ഇന്ന് ദീക്ഷ സ്വീകരിച്ച ഒരാളെടുക്കുകയാണെങ്കിലും അവർക്കറിയാം ഇന്നത്തെ സമൂഹത്തിനോട് എങ്ങനെ സംസാരിക്കണം. അവരുടെ അറിവിന്റെ സ്രോതസ് ലഭ്യമാക്കുക നമ്മുടെ സാധാരണക്കാരിലേക്ക് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യണം? നമ്മൾ തന്നെ മെനക്കെടണം. അല്ലാതെ ഇപ്പൊ നാളെ വന്ന് ഒരു ആചാര്യൻ വന്നതാ ഞാൻ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വന്നിട്ട് നിങ്ങൾ എല്ലാവരും വന്നോളൂ എന്ന് അദ്ദേഹത്തിന് പറയാനേ പറ്റുള്ളൂ. നമ്മളാണ് ശ്രമത്തോടു കൂടി അവിടെ പോയിരുന്ന് കേൾക്കാനും ആ അറിവ് സമ്പാദിക്കാനും നമ്മളാണ് മെനക്കെടേണ്ടത്. അങ്ങനെ നമ്മളിലൂടെ മാത്രമേ ഈ ഒരു വരുന്ന തലമുറയെ നമുക്ക് ഈ ധർമ്മത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് കുറെ കാലമായിട്ട് ആരൊക്കെയോ ചെയ്യുന്ന, നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല, ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവാൻ ചിലപ്പം അവർ ചെയ്ത അധ്വാനത്തിന്റെ ഒരു ഫലമാണ് ചിലപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു തലമുറയിലുള്ള കുട്ടികൾക്ക് ആത്യന്തികമായിട്ടുള്ള സമാധാനം ലഭിക്കുന്നത് ഈ ധർമ്മത്തിനോടൊപ്പം നിൽക്കുമ്പോഴാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നു. നാമം ജപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭജൻ കേൾക്കുന്ന സമയത്ത് ക്ഷേത്രം നോക്കൂ. ഇപ്പം ഈ ഭജൻ കണക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഭജൻ ക്ലബിങ്ങിന് മുമ്പായിട്ടുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു ടെമ്പിൾ ഡേറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടാവില്ലേ? ഈ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് അല്ലെങ്കിൽ കാമുകന്മാര് ചേർന്ന് എവിടെ പോകുന്നു? ക്ഷേത്രത്തിൽ പോകുന്നു. അങ്ങനെയാണ് ക്ഷേത്രത്തിൽ പോവേണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ കാമുകൻ പോകണമെന്നല്ല പറഞ്ഞത്, സകുടുംബമാണ് ക്ഷേത്ര ദർശനം വേണ്ടത്. അല്ലാണ്ട് ഒരാളൊറ്റയ്ക്ക് പോവുക, വേറൊരാൾ പിന്നെ പോവുക.
സകുടുംബമായിട്ട് ആരാധന നടത്തുന്ന പാരമ്പര്യം നമ്മുടെ ധർമ്മത്തിനുണ്ടായിരുന്നു. അത് നമുക്ക് എവിടെയോ വെച്ചിട്ട് കൈമോശം വന്നു പോയി. ഭർത്താവ് ഇഷ്ടമുള്ളപ്പോൾ പോകും, ഭാര്യ ഇഷ്ടമുള്ളപ്പോൾ പോകും, കുട്ടികൾ പോയാൽ പോയി, ഇത്രേ ഉള്ളൂ. അങ്ങനെയല്ല. ബാക്കിയുള്ള എല്ലാ ധർമ്മങ്ങളും ഇപ്പൊ നമുക്ക് ക്രിസ്ത്യാനിറ്റി നോക്കുകയാണെങ്കിൽ അവർക്ക് സൺഡേ എന്ന് പറഞ്ഞാൽ സകുടുംബമാണ് ആരാധന, അല്ലെ? കുടുംബം മുഴുവനാണ് പള്ളിയിൽ പോയിട്ട് കുർബാന ആയിക്കൊള്ളുന്നത്. നമുക്കും ആ ഒരു പാരമ്പര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യം എന്ന് വന്നിട്ടുണ്ട്. കാരണം കുട്ടികൾ തിരിച്ചറിയുന്നുണ്ട് ഈ ധർമ്മത്തിനോടൊപ്പം നിൽക്കണം. അപ്പൊ അതിനുള്ള പാതയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ആധ്യാത്മികമായിട്ടുള്ള അറിവ് നമ്മൾ ഏതൊക്കെ സോഴ്സിൽ നിന്ന് കിട്ടും അതൊക്കെ സമ്പാദിക്കാൻ നല്ലത്. അതിന് ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ നമ്മുടെ മുമ്പിലുള്ളത് ഏറ്റവും നല്ലതായി ഇപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്നത്. അതിന് നമുക്ക് പണിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. നമ്മളെല്ലാവരും പറയും ഈ തലമുറ മുഴുവൻ മോശമാണ്. എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. എത്രയോ കുട്ടികളുണ്ട് എന്നോട് എപ്പോഴും വിദേശത്തൊക്കെ നിൽക്കുന്ന കുട്ടികൾ ഇപ്പം ശിവരാത്രി ആവുന്ന സമയത്ത് ഏട്ടാ ശിവരാത്രിയോടെ എങ്ങനെ എടുക്കേണ്ടത്, തിരുവാതിര എങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പൊ അവരൊക്കെ ഞാൻ അവരോട് ചോദിക്കും, മക്കളെ നിങ്ങളത് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് മഹാദേവനെ പോലെ ഭർത്താവിനെ കിട്ടാനാണ്, ചില ആൾക്കാർ പറയും എനിക്ക് മഹാദേവനെ കിട്ടാനാണ്. ഇത് രണ്ടും പറയുന്ന ആൾക്കാരുണ്ട്. വെച്ചാൽ മഹാദേവനിൽ നിന്ന് കിട്ടാനാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, മഹാദേവനെ കിട്ടാനാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ജെൻസി. അപ്പോൾ അവരെ നമ്മുടെ കയ്യിൽ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും അവരുടെ പുതിയ ഒരു എന്താ പറയുക ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ച് എന്താ പറയുക ഒരു താൽക്കാലികമായിട്ടുള്ള ട്രെൻഡ് ആവരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ട്രെൻഡുകൾ വരും, ട്രെൻഡുകൾ പോകും. നമുക്ക് ട്രെൻഡ് അല്ല വേണ്ടത്, നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് എല്ലാ കാലത്തും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഇപ്പം ഉണ്ടായിട്ടുണ്ട്. അതിനെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാവണം. അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ എത്രത്തോളം നമുക്ക് എൻകറേജ് ചെയ്യാൻ സാധിക്കുക. അവരുടെ നല്ല ചോദ്യങ്ങൾക്ക് നല്ല മറുപടികൾ കൊടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിൽ പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് എടുത്തിട്ട് അതിനുള്ള ഉത്തരം പറയാൻ സാധിക്കുമെങ്കിൽ പറയുക, അറിയില്ലെങ്കിൽ അന്വേഷിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക. അവൻ പറയുന്നത് തെറ്റാണെങ്കിൽ അവനെ തിരുത്തുക. ഈ മൂന്നെണ്ണം ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓരോ പുതിയ തലമുറ കുട്ടിയുടേതും ഈ 3 കാര്യങ്ങളാണ് അവൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഉത്തരം അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കണം. 3, അവൻ ചോദിച്ചത് ധർമ്മത്തിന് നിരക്കാത്തൊരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് അവനെ തിരുത്താൻ നമുക്ക് സാധിക്കണം. ഇത്രേ ഉള്ളൂ. ഈ 3 ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും.